ആദ്യമായിട്ട് പറക്കാൻ വേണ്ടി പോവാ അല്ലേ നിതിമ്പി? എല്ലാം ഉണ്ട്, എല്ലാം എൻ്റെ കയ്യിലുണ്ട്, ആരും പേടിക്കണ്ട. ഒരെണ്ണത്തിന് ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും വണക്കം. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലൈഫിൽ ആദ്യമായിട്ട് ഒരു പ്ലെയിനിൽ കയറിയതും പിന്നെ മഞ്ഞുമല കാണാൻ പറ്റിയതും കുറേ നോർത്തേൺ സ്റ്റേറ്റ്സ് കാണാൻ പറ്റിയതിനെയും പറ്റിയാണ്. ഓക്കെ, അപ്പം എവിടെ പോയെന്നാണ് ഈ പറഞ്ഞു വരുന്നത്? ഇവിടെ പോയെന്നാ പറഞ്ഞു വരുന്നത് നമുക്ക് വീഡിയോക്കകത്ത് ബാക്കി കാണാമല്ലോ. എല്ലാവർക്കും തമ്പനയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ എവിടാ പോയെന്ന്. അപ്പൊ നമ്മൾ പോയെന്ന് വെച്ചാ എവിടാ മറി പോയത്? നമ്മൾ പോയത് മണാലിയിലാണ് നമ്മൾ പോയത്. മണാലിയും പിന്നെ നമ്മുടെ കുറച്ച് നോർത്തേൺ സ്റ്റേറ്റ്സുമാണ് നമ്മൾ മെയിനായിട്ടും പോയത്. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഒരു ലോങ് ട്രിപ്പായിട്ട് നമ്മൾ പോയ ആദ്യത്തെ ട്രിപ്പാണ്. കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ പറയുന്ന ഒരു സ്ഥലമാണ് നമുക്ക് മണാലി പോകണമെന്ന്. അങ്ങനെ സുബി അത് സാധിച്ചു തന്നു. അങ്ങനെ മണാലി പോയി, മഞ്ഞിൽ കളിച്ചു, പാരഗ്ലൈഡിങ് ചെയ്തു. പറയണ്ടല്ലേ എല്ലാം, അതൊക്കെ വീഡിയോക്കകത്ത് ബാക്കി വരും. ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മളൊരു സീരീസ് ആയിട്ടാട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോരോ എപ്പിസോഡുകളായിട്ട് ഇടാൻ വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലേ. ഒരു 7 day ട്രിപ്പായിരുന്നു. അപ്പോൾ ഓരോ ദിവസത്തെ വിശേഷങ്ങൾ നമ്മൾ അന്നന്ന് അറിയിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ഓഫീസിലെ നിതിനും ആതിര ഉണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ ട്രിപ്പ് വാഗമൺ ട്രിപ്പിലുണ്ടായ നിതിനും ആതിര ഉണ്ടായിരുന്നു. പിന്നെ ഓഫീസിൽ നിന്ന് പോയ ശരത്തിൻ്റെ വൈഫ് ശ്രുതി, അവരുടെ 2 ഫ്രണ്ട്സ് സനിസ, വിഷ്ണു, അങ്ങനെ കുറച്ച് ടീം എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 8 പേരായിരുന്നു നമ്മുടെ ഒരു ഗ്രൂപ്പായിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് നമ്മുടെ വണ്ടർലസ്റ്റ് എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ കൂടെയാണ് നമ്മൾ പോയത്. ടൂർ പാക്കേജ് ആയിട്ടായിരുന്നു പോയത്. അപ്പം കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ലായിരുന്നു. അവരെ എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് ആണെങ്കിലും സ്റ്റേ ആണെങ്കിലും എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ അവരെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അജു എന്ന് പറയുന്ന പുള്ളിയായിരുന്നു ഇതിന്റെ. അജുനാസ് കണ്ണൂക്കാരനാണ്. അജുബായി എന്നാണ് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നത്. പുള്ളിയുടെ നമ്മൾ എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും പുള്ളി അപ്പൊ തന്നെ റെഡി ആക്കി തരും. ട്രെക്കിംഗ് ചെയ്യുവാണെങ്കിൽ അതിന്റെ കൂടെ എല്ലാത്തിലും മുൻകൈ ഇട്ടാ ഓൾ ഇൻ ഓൾ ആണ് പുള്ളി. എല്ലായിടത്തും നോക്കിയാലും പുള്ളിക്കാരനുണ്ട്. ഓരോ കാര്യങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നതും, ഇപ്പം നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കാൻ സമയം എന്നുള്ളതും, ഫുഡ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും വരിക, അങ്ങനെ ഓരോരോ അപ്ഡേറ്റുകൾ തരുന്നതും, എല്ലാവരും സേഫ് ആണോ, എല്ലാരും സേഫ് ആക്കിക്കൊണ്ട് തന്നെ. ഇത് ഒരു ചെറിയ കാര്യമല്ല, ഇങ്ങനെ ഇത്ര റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ്. പുള്ളി അത് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്തു. എല്ലാവരും എങ്ങനെയാണ്, സേഫ് ആണോ, എല്ലാവരും ഹാപ്പി ആണോ. അതുപോലെ തന്നെ നമ്മൾ സ്നോയിൻ്റെ അടുത്തൊക്കെ പോകുമ്പം തന്നെ സ്നോഫോൾ കൂടുവാണെങ്കിൽ ചില സ്ഥലത്ത് പോകാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ പ്രശ്നമുണ്ട്. അപ്പം ആ റിസ്ക്കും കാര്യങ്ങളും ഒക്കെ പുള്ളി ഭയങ്കര അനായാസമായിട്ടാണ് ഹാൻഡിൽ ചെയ്തതാണ് പോയത് പുള്ളി. നമ്മൾ മെയിനായിട്ടും പോയെന്ന് വെച്ചാൽ നമ്മൾ മണാലിയാണ് മെയിനായിട്ട് പോയത്. പിന്നെ ഡൽഹിയിൽ കുറച്ച് സ്ഥലങ്ങളിലും പോയി. 2 ദിവസമേ നമ്മൾ ഡൽഹിയിലുണ്ടായിരുന്നുള്ളൂ. 2 ദിവസം ഡൽഹിയിലുണ്ടായിരുന്നുള്ളൂ. 5 ദിവസവും നമ്മൾ മണാലിയിലായിരുന്നു. ഓൾമോസ്റ്റ് 5 days നമ്മൾ മണാലി തന്നെ ആയിരുന്നു. കൂടുതലും ട്രാവലിംഗ് ആയിരുന്നു നമ്മൾ. ഡേ വൺ നമ്മൾ മെയിനായിട്ടും ഡൽഹി എയർപോർട്ടിലാണ് എത്തിയത്. ഇവിടുന്ന് ഡൽഹി, പിന്നെ ഡൽഹിയിൽ നിന്ന് മണാലി, അങ്ങനെയായിരുന്നു നമ്മളുടെ ഫസ്റ്റ് ജേർണി എന്ന് പറയുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ ഇവിടുന്ന്, അതായത് എറണാകുളത്ത് നിന്ന് നമ്മൾ ഉബറിലാണ് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് പോയത്. നിതിനും ആതിരയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് പറക്കാൻ വേണ്ടി പോവാ അല്ലേ നിതിമ്പി? ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ്. നമ്മളത് എത്താറായി കേട്ടോ, നമ്മുടെ കൊച്ചി വിമാനത്താവളത്തിലോട്ട് എത്താറായി. ഉടനെ എത്തും. അതിനെന്താ പറയാനുള്ള? ഇനി ബാക്കി കാഴ്ചകൾ കാണാം. അത് കഴിഞ്ഞിട്ട് എയർപോർട്ടിലെത്തി നമ്മൾ ബോർഡിംഗ് പാസും കാര്യങ്ങളും ഒക്കെ എടുത്തു.
അതിൻ്റെ റീൽസ് എടുപ്പായിരുന്നു അവിടെ മെയിനായിട്ട് അവിടുത്തെ കാര്യങ്ങൾ. അവിടെ നിന്ന് അങ്ങ് ഭയങ്കര ഷോ ആയിരുന്നു. അവിടെ നിന്ന് എല്ലാവരോടും നിന്ന് ബോർഡിംഗ് പാസ് വെച്ച് അവിടെ ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, റീൽസ് എടുക്കുന്നു. എല്ലാവർക്കും അങ്ങ് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരുടെ മുഖവും അങ്ങ് നല്ല ഒരു പൂത്തൊളിഞ്ഞ് നിൽക്കുകയായിരുന്നു എല്ലാവരും. നമ്മള് എത്രയോ നാളുകൊണ്ട് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് പോവാം. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് വേണ്ടേ? എല്ലാവരുടെ മൈൻഡിൽ അങ്ങ് ഭയങ്കര ഫ്രഷ്നെസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, ബോർഡിംഗ് പാസും കാര്യങ്ങളെല്ലാം എടുത്തു. നമ്മൾ എന്നിട്ട് ശരത്ത് കുറച്ചില്ലായിരുന്നു, നമ്മളുമായിട്ട് കുറച്ച് ബാക്കിലായിരുന്നു. അവരെത്തി, അവരോട് നിന്നും കുറേ സെൽഫിയും കാര്യങ്ങളും എടുത്തു. എന്നിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് സാധനങ്ങളെല്ലാം കയറ്റി വിട്ട്, ബാഗേജുകളെല്ലാം കയറ്റി വിട്ടിട്ട് നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി. ബോർഡിംഗ് പാസ് കയറ്റി ബാഗേജസ് ഒക്കെ അയച്ചു. കുറച്ച് ടൈം നമുക്കുണ്ട് അല്ലേ? ഫ്രണ്ട്സും ഉണ്ട്, അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. കൊള്ളാമല്ലേ? അങ്ങനെ ഞങ്ങളത് ബോർഡ് ചെയ്ത് ട്രെയിനിലോട്ട് കയറാൻ പോകണം കേട്ടോ. എല്ലാം ഉണ്ട്, എല്ലാം എൻ്റെ കയ്യിലുണ്ട്, ആരും പേടിക്കണ്ട. ഫ്ലൈറ്റിനകത്ത് കയറിയപ്പോൾ വേറെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഫോറിനേഴ്സിനെ കണ്ടു. ഇഷ്ടംപോലെ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? ഒരുപാട് ഫോറിനേഴ്സ്. അവരുടെ എഡ്യൂക്കേഷണൽ ട്രിപ്പ് കുറെ സ്റ്റുഡൻസ് ആയിരുന്നു കൂടുതലും. അവരെ ഓരോ സ്ഥലത്ത് പോയ ഡോക്യുമെന്റ് ജേർണൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട്. കൊള്ളാം, രസം ഉണ്ടായിരുന്നു. നമ്മള് വീഡിയോ എടുത്തപ്പോ കുറെ ആൾക്കാർ വന്ന് ബാക്കിലേക്ക് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നു. നല്ല രസമായിരുന്നു, നല്ല ആളുകളായിരുന്നു എല്ലാവരും. പിന്നെ സുബയെ സംബന്ധിച്ച് ഇത് ഫസ്റ്റ് എയർപ്ലെയിൻ ജേർണി ആയിരുന്നു അല്ലേ? എന്നെ സംബന്ധിച്ച് ഇതൊരു ഫസ്റ്റ് ആദ്യമായിട്ടുള്ള ഫ്ലൈറ്റ് ട്രിപ്പാണ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു, ഒരു കുഴപ്പങ്ങളും ഇല്ലായിരുന്നു. ആദ്യം കയറിയപ്പോൾ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, പിന്നെ ചെവി അടയുന്ന ഒരു കുറച്ച് കുഴപ്പങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പതിയെ പതിയെ അതെല്ലാം അങ്ങ് മാറി. വേറെ കുഴപ്പമില്ല. ഫ്ലൈറ്റ് ആദ്യം ഒന്ന് പൊങ്ങുമ്പോൾ ചെറിയൊരു പേടി വരും, പിന്നീട് കുഴപ്പമില്ല, നോർമലായിരുന്നു. എങ്ങനെയുണ്ട്? ആദ്യത്തെ യാത്ര അല്ലേ? ഫ്ലൈറ്റിലുള്ള ആദ്യത്തെ യാത്ര. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. കൊള്ളാല്ലേ? 10:55 ഫീലിംഗ് ചെയ്യുമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് മിക്കവാറും ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും മൊബൈൽ, നിർത്തേണ്ടി വരും. പിന്നെ കുഴപ്പമില്ല, അത് കഴിഞ്ഞ് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പം എന്നെ സംബന്ധിച്ച് രണ്ടാമത്തെ പ്രാവശ്യമാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ബാംഗ്ലൂർ പോയപ്പോഴായിരുന്നു കയറിയിരുന്നത്. അപ്പോൾ സെക്കൻഡ് ടൈം ഇവിടെ പോയപ്പോഴായിരുന്നു. നോർമൽ തന്നെയാണ്, ജസ്റ്റ് ചെവി അടയുന്ന ആ ഒരു പ്രശ്നമുള്ളൂ, അല്ലാതെ ഭയങ്കര സേഫും കാര്യങ്ങളും ഒക്കെയാണ്. കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ എത്ര മണിയായപ്പോഴാണ് ഡൽഹി എത്തിയത്? എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ നിന്ന് ഒരു 11:15 ഇവിടെ നിന്ന് വിട്ടല്ലേ? 11:20 വിട്ടു. നമ്മളവിടെ ഒരു 2 മണി 2:30 ഓൾമോസ്റ്റ് ആ സമയം 3 മണിക്കൂർ ഓൾമോസ്റ്റ് എടുക്കുമായിരുന്നു. 3 മണിക്കൂർ സംതിങ് ആണ് നമ്മുടെ ഐറ്റിനറിക്കകത്ത് കാണിച്ചിരുന്നത്. അപ്പം നമ്മൾ ആ ഡൽഹി എയർപോർട്ടിലെത്തി. പിന്നെ ഡൽഹി എയർപോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ വിശാലമായ ഒരു എയർപോർട്ട്, ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. അവിടെ നമ്മൾ ഇറങ്ങി ഡൽഹി എയർപോർട്ടിലെത്തി കേട്ടോ. നമ്മൾ നമ്മുടെ ബാഗേജുകളെല്ലാം കളക്ട് ചെയ്തു. അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് അല്ലേ? ഇന്റർനാഷണൽ നമുക്കൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് അവിടെ എത്തിയതുകൊണ്ട് കുറച്ച് കൺഫ്യൂസ് ചെയ്യും. നമ്മൾ റെഡ് ബാഗ് ഒക്കെ എടുത്തു നോക്കാം നമ്മളുടെ ആണോ. നമ്മുടെ അല്ലാത്തൊരു പ്ലേസിൽ പോയി, നമ്മുടെ ബാഗേജ് വരുന്ന അല്ലാത്തൊരു പ്ലേസിൽ പോയി നിന്നിട്ട് അവിടെ അവിടെ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുക. ഏതോ 2 ബാഗ് വരുന്നുണ്ട്, എടുത്ത് നോക്കുന്നു. ഇതൊന്നും അല്ല. പിന്നീട് നമ്മൾ വേറെ അവിടുത്തെ സെക്യൂരിറ്റിക്കാരോട് ചോദിച്ചു, അവര് പറഞ്ഞു തന്നു ഇതേ അപ്പുറത്താണെന്നുള്ളത്. എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ബാഗേജുകളെല്ലാം കളക്ട് ചെയ്തു. എവിടെ എത്തിയപ്പം അങ്ങനെ നമ്മള് ഡൽഹി എയർപോർട്ട് എത്തി. ഡൽഹി എയർപോർട്ടിൽ നിന്ന് മെട്രോ കയറുകയാണ്. ഡൽഹി മെട്രോ തൊട്ടടുത്ത് തന്നെയാണ് അല്ലേ? നമ്മുടെ അവിടെയും ഇങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, നല്ല സൗകര്യമാണ് മെട്രോ. പിന്നെ നമ്മള് ഇങ്ങോട്ടാ മെട്രോ. പിന്നെ അവിടെ തന്നെ ഡൽഹി എയർപോർട്ടിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തമ്മിൽ കണക്റ്റഡ് ആണ്. മെട്രോയും ഡൽഹി എയർപോർട്ടും തമ്മിൽ കണക്റ്റഡ് ആണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ട്രാവലേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഇവിടെ വന്ന്
എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് ഇപ്പം പുതുതായിട്ട് വന്ന മെട്രോ ആണ് ഡൽഹി ഇതുമായിട്ട് കണക്റ്റഡ്. മറ്റേതും പുതിയ മെട്രോയും പഴയതുമായിട്ടും കണക്റ്റഡ് ഉണ്ട്. അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം കയറി നമുക്ക് പോകേണ്ടിയിരുന്നത് വിധാൻസഭ എന്ന് പറയുന്ന ലൊക്കേഷനിലോട്ടാണ്. അവിടെ മജ്നു കാ ടില എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് നമ്മുടെ ട്രാവൽസിൻ്റെ നമുക്ക് വൈകിട്ട് പോകാനുള്ള വോൾവോയുടെ ട്രാവൽസിൻ്റെ ലൊക്കേഷൻ ഉള്ളത്. അപ്പോൾ അവിടോട്ട് ചെല്ലാനാണ് അജുബായി നമ്മളോട് പറഞ്ഞിരുന്നത്. അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലാൻ വേണ്ടി നമുക്ക് 2 മെട്രോ കയറേണ്ടി വന്നു. ആദ്യത്തെ മെട്രോ എന്ന് പറയുന്നത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ന്യൂഡൽഹിയിലോട്ടുള്ള മെട്രോ, ന്യൂഡൽഹിയിൽ നിന്ന് വിധാൻസഭയിലോട്ടുള്ള മെട്രോ. എയർപോർട്ടിൽ നിന്ന് ന്യൂഡൽഹിയിലോട്ടുള്ള മെട്രോ കുറച്ചുകൂടെ പുതിയതാണ്, കുറച്ചുകൂടെ നല്ല അഡ്വാൻസ്ഡ്, നല്ല എല്ലാം നല്ല ഗ്ലാസ് ഒക്കെ ഇട്ട് സേഫ് ഒക്കെ ആക്കി. ഓപ്പൺ ആയിട്ടില്ല, നമ്മുടെ ഇവിടെ ഓപ്പൺ ആയിട്ടാണല്ലോ, ഓപ്പൺ ആയിട്ടാണ്. പക്ഷേ ഇവിടെ അണ്ടർഗ്രൗണ്ടും ആണ്, ട്രെയിൻ വരുമ്പോൾ മാത്രം, മെട്രോ വരുമ്പോൾ മാത്രമേ ഇത് ഗ്ലാസ് ഓപ്പൺ ഓപ്പൺ ആകത്തുള്ളൂ. അങ്ങനത്തെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. പിന്നെ വിധാൻസഭയിലേക്ക് പോയപ്പോഴത്തേക്ക് കുറച്ചൊന്ന് കൺഫ്യൂസിങ് ആയിരുന്നു അല്ലേ? അതാണ് കുറെ നമ്മുടെ ഇവിടുത്തെ മെട്രോ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റൂട്ട് റൂട്ടല്ലേ ഉള്ളൂ നമുക്ക് ഇവിടെ. ആലുവ ടു എസ്എൻ ജംഗ്ഷൻ വരെയുള്ള ഒറ്റ റൂട്ടേ ഉള്ളൂ. പക്ഷെ അവിടെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുറെ കൺഫ്യൂസിങ് ആയിരുന്നു. എല്ലാരും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങുകയായിരുന്നു. ഇങ്ങോട്ടാണ് പോകേണ്ടത് ആർക്കും അറിയില്ല. അപ്പം ഇവിടെ ഓരോ സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ ഓരോ കളറിലെ ഫുട് പ്രിന്റ്സ് ആണ്. ഓറഞ്ച് കളറിലെ ഫുട് പ്രിന്റ്സ്, യെല്ലോ കളർ, ഗ്രീൻ കളർ. നമ്മളൊരു സെക്യൂരിറ്റിയോട് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു ഫുട് പ്രിന്റ് നോക്കി അങ്ങ് പോയാൽ മതി. എന്താണോ അങ്ങനെ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. പിന്നെ മനസ്സിലായ ആ ഫുട് പ്രിന്റ് നിങ്ങളുടെ സ്റ്റോപ്പ് എവിടെയാണോ അവിടെ ഈ ഫുട് പ്രിന്റ് വന്ന് നിൽക്കും, അവിടെ ടിക്കറ്റ് എടുക്കേണ്ടത് പറഞ്ഞു. നമ്മള് ഫുട് പ്രിന്റ് പോയി നോക്കിയപ്പോ പിന്നെ ഒരു ഫുഡ് കൗണ്ടറിന്റെ അടുത്ത് എത്തിയില്ലേ? അല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വളഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ കറക്റ്റ് ആയിരുന്നു. ആ ഫുട് പ്രിന്റ്സ് ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് ആ സൈഡിലേക്ക് എത്തുക. ഐഡിയ കൊള്ളാം. അങ്ങനെ പല റൂട്ട്സ് തമ്മിൽ മെർജ് ആയിട്ടാണ്, കണക്റ്റഡ് ആണ് മെട്രോ അവിടുത്തെ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളുടെ വിധാൻസഭയിലെത്തി. വിധാൻസഭയിലെത്തിയപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ഡ്രൈവേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മളങ്ങ് പൊതിഞ്ഞു അല്ലേ? അതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ വലിയൊരു ബിസിനസ് തന്നെയാണെന്ന് തോന്നുന്നത്. എല്ലാരും വന്നൊക്കെ പൊതി, മലയാളീസിനെയും സൗത്ത് ഇന്ത്യൻസിനെ കാണുമ്പോൾ എല്ലാരും അങ്ങ് ഓടിയൊക്കെ വരും, ഓരോ റേറ്റ് പറഞ്ഞുകൊണ്ട്. നമ്മള് വില പേശി നമ്മൾ എടുക്കുവാണെങ്കിൽ, ബാർഗെയിൻ ചെയ്ത് എടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് അവർ പറയുന്ന റേറ്റിൽ പോയി കഴിഞ്ഞാൽ അവര് തോന്നിയ റേറ്റാണ് മേടിക്കുന്നത്. നമ്മളെ കാണുന്ന കുറച്ചുകൂടെ കൂട്ടിയാണ് ഇവർ പറയുന്നത്. എല്ലാവർക്കും പക്ഷെ ഭയങ്കര സ്നേഹമൊക്കെ ഇല്ലേ? എന്താണോ അവർക്ക് അവരുടെ എന്താ പറയുന്ന ബിസിനസ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ അവിടെ ചിലർ നല്ല മനുഷ്യരും ഉണ്ട്. പിന്നെ നമ്മൾ ആ വിധാൻസഭയിലെത്തി. എന്നിട്ട് അവിടെ നമ്മൾ ഒരു ഊബർ വിളിച്ചു. ശരത്തും അവരെല്ലാവരും കൂടെ അല്ല, ആ ഒരു ഓട്ടോയിലായിരുന്നു. നമ്മളൊരു ഊബർ, ഞാനും നിതിനും ആതിരയും കൂടെ ഒരു ഊബർ വിളിച്ചിട്ട് നമ്മുടെ ആ പ്ലേസിലെത്തി. ശരത്ത് നമ്മുടെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. മജ്നു കാ ടിലയിലെത്തി. നമ്മുടെ ബാഗേജുകളെല്ലാം നമ്മുടെ ട്രാവൽസുമായിട്ട് പോകാനുള്ള വോൾവോയുടെ ട്രാവൽസിൻ്റെ അവിടെ സേഫായിട്ട് നമ്മൾ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അജുബായ് പറഞ്ഞ ഇവിടെ നല്ലൊരു ഹോട്ടലുണ്ട്. ഹോട്ടലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇന്നൊരു ചൈനീസ് ടൈപ്പ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ നമ്മൾ നല്ല വിശപ്പുണ്ട്. ട്രാവൽ ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. നമ്മുടെ മജ്നു കാ ടില എത്തിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. പക്ഷേ സമയം പോയി 5 മണിക്കായിരുന്നു ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു. നല്ല വിശപ്പായിരുന്നു എല്ലാവർക്കും. പക്ഷെ എന്തായാലും നല്ല ഫുഡായിരുന്നു. ഇവിടെ പോയവരൊക്കെ പറഞ്ഞ ഫുഡ് ഒന്നും കൊള്ളത്തില്ല, ഫുഡ് ഇച്ചിരി നമുക്ക് സൗത്ത് ഇന്ത്യൻസിന് കുറച്ച് വിഷയം ഉണ്ടാക്കും എന്നൊക്കെയാണ് കേട്ടത്. പക്ഷെ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ ഹോട്ടലിൽ നല്ല ഫുഡായിരുന്നു. ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷെ നല്ല ഫുഡായിരുന്നു. എക്സ്പെൻസീവ് ആണെങ്കിലും കുഴപ്പമില്ല, നല്ല ഫുഡ് കിട്ടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളവിടുത്തെ നമുക്ക് 9 മണിക്കേ ഉള്ളൂ ഇനി ബസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാർക്കറ്റൊക്കെ ഒന്ന് കറങ്ങി അല്ലേ? മാർക്കറ്റ് എല്ലാം കറങ്ങിയിട്ട് അവിടെ നമ്മളൊന്നും മേടിച്ചില്ല. നമ്മൾ എന്തായാലും ഇത്രയും പോവാൻ നിൽക്കുമ്പോൾ നമ്മൾ പിന്നെയും ലഗേജ് കൂട്ടണ്ടെന്ന് എഴുതിയിട്ട് ഞങ്ങൾ ചെയ്തിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന വെള്ളവും അങ്ങനെയുള്ള ഫുഡും ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചുള്ളൂ. ചായ എങ്ങോട്ടേക്ക് കുടിച്ചു, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ചെയ്തുള്ളൂ. അങ്ങനെ ആ മാർക്കറ്റൊക്കെ ഒന്ന് കറങ്ങി
ഒന്ന് എൻജോയ് ചെയ്തു. പിന്നെ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അവിടുത്തെ പട്ടികള്. വിധാൻസ് അല്ല മജ്നുക്കട അവിടുത്തെ ആ പട്ടികൾക്ക് എനിക്ക് തോന്നുന്നു അവിടുത്തെ ഓർഗനൈസേഷൻ എന്താണെന്ന് തോന്നുന്നു ഈ പുതപ്പിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരു ഡ്രസ് ഉണ്ട് തണുപ്പിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ. നല്ല ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഈ പോയേക്കുന്ന എല്ലാ സ്ഥലത്തെയും പട്ടികൾ നല്ല ഫ്രണ്ട്ലിയാണ് അല്ലേ, സ്നേഹത്തിന് വേണ്ടി നിൽക്കുന്ന പട്ടികളെന്ന് തോന്നുന്നു. എന്തെങ്കിലും കൊടുക്കണം കേട്ടോ, നമ്മുടെ കയ്യിലുള്ളത് നോക്കിയാണ് അവർ നിൽക്കുന്നത്. പക്ഷെ അവിടെ അങ്ങനെ അങ്ങ് ഇരുന്നോളും, നമ്മളെ തട്ടി തലോടി ഒക്കെ ആയിട്ട് അവിടെ ഇരുന്നോളും. എല്ലാരും നോക്കി, ആർക്കും ഒരു ശല്യം ഒന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല രാത്രിയിൽ എന്തോ ഇവരുടെ അവസ്ഥ എന്നറിയില്ല. എന്നാലും കുഴപ്പമില്ലായിരിക്കും അല്ലേ. പിന്നെ ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ നമ്മള് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു, മാർക്കറ്റൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മള് വോൾവോയിൽ കയറി അല്ലേ. അങ്ങനെ നമ്മള് ഡൽഹിയിൽ നിന്ന് നമ്മൾ മണാലിയിലോട്ടുള്ള യാത്രയായിട്ടുണ്ട്. വോൾവോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഇനി ആളുകൾ വരാറുണ്ട്. ഇത്രയും ലേറ്റാവാൻ കാരണം കുറേ ആൾക്കാർ ട്രെയിനിൽ വന്ന കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരുപാട് താമസിച്ചു. ട്രെയിനിൻ്റെ കാര്യം, ട്രെയിൻ ഒരുപാട് ലേറ്റായിപ്പോയി. അപ്പോഴത്തേക്കും അവർക്ക് ഒരുപാട് താമസിക്കേണ്ടി വന്നു. അങ്ങനെ കുറേ താമസിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കറങ്ങി നടക്കാൻ. മാർക്കറ്റിൽ പോയി, കുറേ പട്ടികളെ കണ്ടു. പട്ടികളുടെയാണ് പ്രത്യേകത എനിക്ക് കൂടുതൽ തോന്നിയത് അല്ലേ. നല്ലോണം കെയർ ചെയ്യുന്നുണ്ട് എല്ലാ പട്ടികളും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള പട്ടികൾ അല്ലേ. അതുപോലെ തന്നെ എല്ലാവർക്കും പ്രൊട്ടക്ഷൻ ആയിട്ട് സൂട്ട് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. അതെനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. ആൾക്കാർ അത്രയും കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. നല്ല തണുപ്പാണ്. ഈ ഡൽഹിയിലെ തണുപ്പ് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, മെറിക്കും എനിക്കും എല്ലാവർക്കും. 10-13 ഉള്ളു ഇവിടെ. മണാലി പോകുമ്പോഴത്തേക്ക് -5 വരെ വരും. അവിടെ ചെല്ലുമ്പോൾ അറിയാം ഇനി എന്തോ ആവുന്നു അവിടുത്തെ അവസ്ഥ. സോ അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് നല്ല രീതിക്ക് തണുപ്പായി. നമ്മുടെ ഡൽഹിയിൽ നിന്നപ്പോൾ അത്ര തോന്നിയില്ല. ഒരു ഹുഡീസൂർ ഇട്ടപ്പോൾ നമ്മളെ തണുപ്പ് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് നിൽക്കുമായിരുന്നു. പക്ഷെ ഹരിയാനയൊക്കെ കവർ ആയപ്പോഴത്തേക്ക് ഭയങ്കര അങ്ങ് തണുപ്പായിപ്പോയി. ഇടയ്ക്ക് അവിടെ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് നമുക്ക് ബസ് വരെ നിർത്തി തരുമായിരുന്നു. അത് എല്ലായിടത്തും ഉള്ളതാണ്. അപ്പം ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴാണ് തോന്നുന്നത് അല്ലേ സ്റ്റോപ്പ് വരുന്നത്. ഇല്ല, ആകെ ഒറ്റ സ്റ്റോപ്പേ ഉള്ളായിരുന്നു. ഒറ്റ സ്റ്റോപ്പേ നിർത്തത്തുള്ളവര്. അപ്പൊ ഈ അടുത്ത ദിവസത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഡേ 2 വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഉടനെ തന്നെ നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ഒരാള് പോയി നിൽക്കുന്നു നോക്കി.